ഞാൻ ഭാഗമായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തില് അന്നത്തെ ഹിന്ദി വാർത്താ ചാനലുകളിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോവുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മുൻകാലങ്ങളിൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു വളപട്ടണം പാലത്തിന്റെ അടുത്ത് കുതിരയുടെ കാലുള്ള ഒരാളെ കണ്ടു. ഈ റിപ്പർ ചന്ദ്രന്മാരൊക്കെ നാട്ടിൽ വിഹരിക്കുന്ന കാലത്ത് നമ്മളൊക്കെ കുട്ടികൾ വളരെ പേടിച്ച് ഉറങ്ങുന്ന സമയത്ത് പ്രചരിക്കുന്ന കഥയാണ്. നമ്മുടെ അവിടെ ഒരു പാലമുണ്ട്, വളപട്ടണം പാലം. വളപട്ടണം പാലത്തിനിടയിൽ കുതിരയുടെ കാലുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ വൈകുന്നേരങ്ങളിൽ നമ്മളെ കുട്ടികളുടെ പ്രധാനപ്പെട്ട സംഭാഷണ വിഷയമായിരുന്നു ഈ കുതിരയുടെ കാലുള്ള ആള്, അയാൾ എങ്ങനെയാണ് അപകടകാരിയാവുന്നത്, എന്തൊക്കെ നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ സമാനം ഇത് നമ്മൾ കേട്ട് വളർന്ന് ഞങ്ങൾ ജേർണലിസം പഠിച്ച് ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന കാലത്ത് അവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾ ഈ തരത്തിലുള്ള കഥകൾ പ്രചരിക്കുക. കുരങ്ങന്റെ മുഖമുള്ള ആള് വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാകും. ദിവസങ്ങളോളമുള്ള വാർത്തകളാണ് ഈ വ്ലോഗ് ടൈപ്പ് വാർത്തകളാണ്. സമാനമായ വിധത്തിൽ ഒരു പരിച്ഛേദമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള ഈ വ്ലോഗ് എന്നുള്ളത്. ഏത് തരത്തിലും ഈ വാർത്താ ചാനലുകൾക്ക് മാറാം. അത് TRP എത്ര കണ്ട് നിങ്ങളുടെ കണ്ണിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലെ ടെലിവിഷൻ ചാനലിൽ ഈ പറയുന്ന ആ ബാൻഡ് അവിടെ ഇട്ടുവെക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള കണ്ടന്റാണോ നിങ്ങൾക്ക് തരേണ്ടത്? ആ രീതിയിലുള്ള കണ്ടന്റാണ് തന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് മാധ്യമമാണ്. രണ്ടാമതൊരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ എല്ലാ സെമിനാറുകളിലും പറയുന്നത് സബ്സ്ക്രൈബർ പറയാൻ കഴിഞ്ഞില്ല. കോർപ്പറേറ്റ് വൽക്കരണം എന്ന് പറയുന്നത് 100, 200, 6 മീഡിയ ഇൻഡസ്ട്രി മാറി കഴിഞ്ഞു. ഇപ്പോൾ 10 കുടുംബങ്ങളുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാധ്യമ സെമിനാറിൽ MV ശ്രേയാംസ് കുമാർ ഉണ്ടായിരുന്നു. ശ്രേയാംസ് പറയുന്നത് ശരിയാണ്. ഇന്നലെ വിഷയം കൊടുത്തു അല്ലെങ്കിൽ റിപ്പോർട്ടറെ എനിക്ക് വിൽക്കേണ്ടി വന്നു. നാളെ അടക്കമുള്ള ചാനലുകൾക്ക് പോലും ഒരു ഘട്ടത്തില് ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തില് ടൈംസ് ഓഫ് ഇന്ത്യ $2.32 ട്രില്യൺ